ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നയനെ അങ്ങനെ അഴിക്കുള്ളിലായിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പലർക്കും ഇപ്പോൾ അത് നല്ല താല്പര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നന്മ മരം നയന കുറച്ച് ദിവസം അവിടെ ജയിലിൽ തന്നെ കിടക്കട്ടെ എന്നുള്ള കമൻറ്റുകളാണ് കേട്ടോ കാണുന്നത്. എന്നാലും ഒരു നായികയായ നയനെ ജയിലിൽ കിടക്കുന്നതാണ് ഇത്രയധികം പേര് ആശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നവ്യ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോവാണ്. അങ്ങനെയുള്ള നവ്യയോട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് നന്മമരം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അബിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ആ DNA ടെസ്റ്റിൻ്റെ വിവരങ്ങളും ഒക്കെ ഇവർക്ക് പുറത്തു വിടാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് നയനയ്ക്ക് സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോഴും നയന അതിനെയൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് നവ്യേച്ചിയുടെ ജീവിതം നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നവ്യ സത്യങ്ങൾ അറിയണം എന്നുള്ളത് തന്നെയാണ് എല്ലാ പ്രേക്ഷകരുടെയും ആഗ്രഹം കേട്ടോ. അങ്ങനെ സംഭവിക്കാൻ പോവാണ്. നമ്മുടെ നവ്യ സത്യങ്ങൾ അറിയാണ്. നമ്മുടെ മുത്തശ്ശൻ തന്നെ ആ സസ്പെൻസൊക്കെ അങ്ങ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നവ്യയുടെ മനസ്സിൽ നിന്നും പല കാര്യങ്ങളും പുറത്തു വരികയാണ്. ജ്വല്ലറിക്കാർ അനന്തപുരത്തുകാരെ തകർക്കാൻ ശ്രമിക്കുന്നതും നയനയെ അകത്താക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും തെളിവുകൾ സഹിതം ആ നവീൻ വക്കീലിന് കൈമാറുന്നുണ്ട് നമ്മുടെ നവ്യ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയനയ്ക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാനായിട്ട് ആ CI സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നവീൻ വന്ന് CI കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അയാൾ പറയുന്നുണ്ട് ഇത് പറ്റില്ല, സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പറ്റുന്ന യാതൊരു വകുപ്പുകളും അല്ല എഴുതി ചേർത്തിരിക്കുന്നത്. സ്വർണ്ണം കടത്തിയ കേസാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്റ്റേഷൻ ജാമ്യമൊന്നുമില്ല. കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം എടുക്കേണ്ടി വരും. ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ വരെ ചുമത്തിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം നവീൻ പറയുന്നുണ്ട് അത്ര വലിയ വകുപ്പുകളൊന്നും ചുമത്താനില്ലല്ലോ, ഇതിപ്പം ആരോ ചതിച്ചതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ സാറിനെ കൊണ്ട് ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ചുമത്താൻ പറ്റുമായിരിക്കും. സാറിന് അതുപോലെ നല്ലൊരു പ്രഷർ മോളിൽ നിന്നുണ്ടായിരിക്കും. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പം പറയുന്നുണ്ട് അല്ല താനെന്താ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ട് കള്ളക്കേസ് കെട്ടിച്ചമച്ചതാണെന്നാണോ എന്ന് ചോദിക്കുക. അപ്പം നവീൻ പറയുന്നുണ്ട് ഞാൻ നേരെ അത് പറഞ്ഞില്ലെങ്കിലും എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് സാറിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം ഗർഭിണിയായ ഒരു സ്ത്രീ കള്ളക്കേസിൽ കുടുങ്ങിയതാണെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ജാമ്യം കൊടുത്തു വിടാൻ സാറ് തയ്യാറാകാതെ മറ്റു വകുപ്പുകൾ കൂടി എഴുതി ചേർത്തിരിക്കുന്നത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റുമല്ലോ. കോടതി എന്നൊക്കെ പറയുന്നത് എന്തായാലും നമുക്ക് വാദിച്ച് ജയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. നിയമത്തെ വിശ്വാസമുള്ള ഒരു വക്കീൽ എന്ന നിലയ്ക്ക് അത് ഞാൻ നേടുകയും ചെയ്യും. അതിപ്പോൾ സാറിന് ഇപ്പോൾ എന്തെല്ലാം ശ്രമിച്ചാലും നയനയ്ക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും. ഏതായാലും ഒരു ദിവസം കൂടി നയന ഈ ലോക്കപ്പിൽ കിടക്കുമായിരിക്കും. അതായിരിക്കും സാറിനെ ഈ കൃത്യം ഏൽപ്പിച്ചവരെ ആഗ്രഹിച്ചതും എന്ന് പറയണം. അപ്പോൾ അങ്ങ് CIക്ക് ദേഷ്യം വരിക. താൻ എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട, എന്തായാലും അവൾ ഇന്ന് ലോക്കപ്പിൽ തന്നെ കിടക്കും. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നല്ല വകുപ്പുകളൊക്കെ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്ന് പറയണം. അപ്പം നവീൻ പറയുന്നുണ്ട് നമുക്കത് നോക്കാം എന്ന് പറയാം. അങ്ങനെ നയന ആ ദിവസം ലോക്കപ്പിൽ തന്നെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയെ ചെന്ന് കണ്ട നവീൻ പറയുന്നുണ്ട് നയന ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, നാളെ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഇവരെല്ലാവരും കൂടി കരുതി കൂട്ടി ഒരു ദിവസമെങ്കിലും നയന ജയിലിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നയനയുടെ ശത്രുക്കൾ അതാണെന്ന് പറയാം. അപ്പം നയന പറയുന്നുണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല, ജാമ്യം കിട്ടുമ്പം കിട്ടിയാൽ മതി. ആദർശേട്ടന് പ്രശ്നമൊന്നുമില്ലല്ലോ. ആദർശേട്ടൻ കൂടി ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആദർശേട്ടനും അഴിക്കുള്ളിലായേനെ. ആദർശേട്ടനെ കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാണ് തോന്നുന്നത് എന്ന് പറയാണ്. അപ്പം നവീൻ പറയുന്നുണ്ട് നാളെ നമുക്ക് കോടതിയിൽ വെച്ച് കാണാമെന്ന് പറയുമ്പോൾ നയന പറയാം ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ്. എന്നാൽ നന്ദു ആണെങ്കിൽ നയനേച്ചിയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ CI പറയുന്നുണ്ട് അല്ല നിങ്ങളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് വീട്ടിൽ പോയിക്കൂടെ, നിങ്ങളെന്തിനാ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നന്ദു പറയുന്നുണ്ട് അത് സാർ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ ചേച്ചിയാണ് ഈ ജയിലിനുള്ളിൽ കിടക്കുന്നത്. ചെയ്യാത്ത തെറ്റിന് ഗർഭിണിയായ എൻ്റെ ചേച്ചി ഇവിടെ ജയിലിൽ കിടക്കുമ്പം ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കുന്നതിൽ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. അല്ല ഡ്യൂട്ടി സമയം കഴിഞ്ഞു, പിന്നെയും കുടുംബ ബന്ധങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഒരു കള്ളക്കടത്തുകാരിയുടെ കൂട്ടിരിക്കാൻ ഒരു SIക്ക് പറ്റുമോ? അത് നിയമപരമായി തെറ്റല്ലേ എന്ന് പറയണം. അപ്പം നന്ദു പറയുന്നുണ്ട് അല്ല നിയമപരമായി ശരിയായ കാര്യങ്ങളാണല്ലോ സാറ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണെങ്കിൽ അതിന് വരുന്ന എല്ലാ ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാം. അങ്ങനെ നന്ദു അവിടെ തന്നെ ഇരിക്കുകയാണ്.
എന്നിട്ട് നയനയുടെ അടുത്ത് ഇന്ന് നയനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നയനേച്ചി ടെൻഷനൊന്നും അടിക്കണ്ട, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വളരെ തെറ്റായിപ്പോയി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ശത്രുക്കൾ പ്രബലരാണ്, അവർ പല സ്ഥലത്തിരുന്നും ഒളിയമ്പുകൾ എഴുതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പം നയനേച്ചിയെ കുടുക്കിയത്. നയനേച്ചി ഇപ്പോൾ ജയിലിലാവുകയാണെങ്കിൽ അനന്തപുരിയിലുള്ള എല്ലാവർക്കും അതുപോലെ ആദർശേട്ടനും ഒക്കെ ഒരുപാട് വിഷമമാവുമെന്ന് നമ്മുടെ ശത്രുക്കൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ അവസരത്തിൽ നയനേച്ചിയെ തന്നെ ഇതിന് വിനിയോഗിച്ചത് എന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, മോളെ നന്ദു നീ ടെൻഷനൊന്നും അടിക്കണ്ട, നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക. അച്ഛനും അമ്മയൊക്കെ ടെൻഷനിലായിരിക്കുമല്ലോ, അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്കിപ്പോൾ ഇവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, നാളെ എന്തായാലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ നന്ദു പറയുക, അതെ നവീനേട്ടൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, നാളെ നമുക്ക് ജാമ്യം എടുക്കാമെന്ന്. പിന്നെ ചേച്ചി കുറച്ചൊരു പ്രശ്നമുണ്ട്, ആ CI വല്ലാത്ത ജാമ്യം കിട്ടാത്ത വകുപ്പുകളൊക്കെ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായ കുറേ തെളിവുകളൊക്കെ കിട്ടിയാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും എന്ന് പറയുക കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദുവിനോട് നയന പറയുന്നുണ്ട്, അതൊക്കെ ശരിയാവും മോളെ, നീയും അതോർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അമ്മയോടും അച്ഛനോടും ഒക്കെ ടെൻഷൻ അടിക്കാതിരിക്കണം എന്ന് പറയുക. ആ സമയത്ത് നമ്മുടെ കനക നന്ദുവിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, മോളെ നന്ദു എന്തായി നയനയുടെ കാര്യം, നയനയ്ക്ക് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നന്ദു, ഇല്ലമ്മേ ജാമ്യം കിട്ടിയില്ല, നവീനേട്ടൻ ജാമ്യം എടുക്കാനായിട്ട് വന്നതാ, ആ CI ജാമ്യം കൊടുത്തില്ല, അയാളാണെങ്കിൽ വേണ്ടാത്ത ചില വകുപ്പുകളൊക്കെ എഴുതി ചേർത്തിരിക്കുക, അതുകൊണ്ട് നയനേച്ചിക്ക് ജാമ്യം ലഭിച്ചില്ല, നാളെ കോടതിയിൽ ഹാജരാക്കും ചേച്ചിയെ, അവിടെ വച്ചിട്ട് ജാമ്യം ലഭിക്കും എന്ന് പറയുമ്പോൾ ഉടനെ കനക പറയാം, അയ്യോ മോളെ ഈ അവസ്ഥയിൽ നയന ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങ് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ പറ്റിയത്, എൻ്റെ കുഞ്ഞിനെ ചതിക്കാൻ ആരാ നിന്നത്, ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്തവളാണല്ലോ അവൾ, എന്നിട്ടും അവളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജയിലിലാക്കാനായിട്ട് ആരെ കൊണ്ടാ കഴിയുക, ആരായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അച്ഛൻ വയ്യാതിരിക്കുന്നല്ലേ, അച്ഛന് കൂടി അത് മനപ്രയാസമാകും, അമ്മയല്ലേ അച്ഛനെ ധൈര്യപ്പെടുത്തേണ്ടത്, അതുകൊണ്ട് ഒരു പ്രശ്നവും നയനേച്ചിക്ക് ഇവിടെ ഇല്ല, ഞാനിവിടെ തന്നെയുണ്ട് എന്ന് പറയണം. അതിനൊക്കെ ശേഷമാണ് ആദർശും നവീനും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പം നവീൻ ആദർശിനോട് പറയാം, ആദർശേട്ടാ എന്താന്ന് വെച്ചാൽ ഇതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആ CI മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസായതുകൊണ്ട് തന്നെ സ്വർണം നയനേച്ചിയുടെ വണ്ടിയിൽ നിന്ന് പിടിച്ചതുകൊണ്ടും അതിൽ ചില വകുപ്പുകളൊക്കെ എഴുതി ചേർത്തി വെച്ചിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് നിർത്തലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളാണ്, ആ നിയമങ്ങളൊക്കെ ഇപ്പോൾ നയനേച്ചിയുടെ തലയിലേക്കും വന്ന് വീണിരിക്കുക, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുക, അത് വ്യക്തമായ കുറച്ച് തെളിവുകളില്ലെങ്കിൽ നാളെ കോടതിയിൽ നമ്മൾ തോറ്റുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുക, നവീനെ അങ്ങനെ നമ്മൾ തോക്കരുത്, എങ്ങനെയും നമുക്ക് ജയിക്കണം, നയന ആ ലോക്കപ്പിൽ കിടക്കാൻ പാടില്ല, അവളെ റിമാൻഡ് ചെയ്യാൻ പാടില്ല, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൾ ഇങ്ങനെ ഒരു റിമാൻഡും അന്വേഷണമൊക്കെ നേരിടേണ്ട കാര്യമുണ്ടോ, ഒരു തെറ്റും ചെയ്യാത്ത നയനയ്ക്ക് ഇങ്ങനെ വരിക എന്ന് പറയുമ്പം അങ്ങനെയല്ലേ നമുക്ക് നയനെ രക്ഷിക്കണമെന്ന് പറയാം. അപ്പം നവീൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം, അതുപോലെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ നയനെ രക്ഷിച്ചെടുത്തിരിക്കും, നാളെ തന്നെ ജാമ്യം ലഭിച്ച് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോരുകയും ചെയ്യും എന്ന് പറയുക. അങ്ങനെ ആദർശും ആകെപ്പാടെ ടെൻഷനിലാണ് കേട്ടോ. അതേസമയം മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ഭയങ്കര വിഷമത്തോടു കൂടി മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് പറയാം, നയനയ്ക്ക് ഇങ്ങനൊരവസ്ഥയിൽ ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ, എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഏത് ദ്രോഹികളാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത്, നമ്മുടെ കുടുംബത്തോടും എല്ലാം വൈരാഗ്യമുള്ള ആരുമാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ നയന മോളെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജയിലിൽ കിടക്കാനായിട്ടുള്ള ഇട വരുത്തും അവർ, ഇനിയിപ്പം ജാമ്യം ലഭിച്ചിട്ടില്ല, ജാമ്യം ലഭിക്കാതെ നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താവും അവസ്ഥ എന്ന് അറിയില്ല, മോള് പിന്നെ അന്വേഷണം നേരിടേണ്ടി വരും, ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും, അതും ഇങ്ങനൊരു അവസ്ഥയിൽ എങ്ങനെ ആദർശ് മോൻ ഇത് സഹിക്കും, അതുപോലെ ആർക്കും പറ്റുന്നില്ല, ദേവയാനിയൊക്കെ ആണെങ്കിലും ഒരുപാട് വിഷമത്തിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, ശത്രുക്കൾ പ്രബലന്മാരായി, ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ശത്രുവിനോട് കൂടുതൽ അടുത്തിരിക്കുക, ആദർശും ആ ശത്രുവിൻ്റെ അടുത്തെത്തിയിരിക്കുക, അത് അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുന്നത്. നയന മോളെ അങ്ങ് ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും അതൊരു ദുഃഖമാവുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം, ആദർശിൻ്റെ മനസ്സും നമ്മുടെയൊക്കെ മനസ്സും നന്നായിട്ട് വിഷമിക്കുമെന്നറിയാം,
അതിനുവേണ്ടി തന്നെയാണ് അവരിങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി അവൾക്ക് ജാമ്യം കിട്ടുകയല്ലേ, പോലീസ് അവിടെ തന്നെ അവളെ റിമാൻഡ് ചെയ്തിടുവോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ സഹിക്കും? എങ്ങനെയാണ് മോളെ ഒന്ന് രക്ഷിക്കാൻ പറ്റുക എന്ന് മുത്തശ്ശനോട് പറയുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ചിന്തിച്ചതാണ്. നയനയ്ക്ക് ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അവളെ റിമാൻഡ് ചെയ്യാൻ കോടതി പോയിട്ടുണ്ടെങ്കിൽ ചില സസ്പെൻസൊക്കെ ഞാനങ്ങ് പുറത്ത് വിടും. അങ്ങനെ ആ സസ്പെൻസൊക്കെ പുറത്ത് വരുമ്പോഴേക്കും സത്യങ്ങളെല്ലാം പുറത്ത് വരും. അങ്ങനെ ആവുമ്പോൾ പിന്നെ നയനയ്ക്ക് ജാമ്യം കിട്ടും, വ്യക്തമായ തെളിവുകളും കിട്ടും. അതിനുവേണ്ടി രണ്ടും കൽപ്പിച്ച് ഞാൻ അതങ്ങ് പറയും എന്ന് പറയാം. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്താ ഈ വിചാരിക്കുന്നത്? എന്ത് പറയുന്ന ഈ പറയുന്നത് എന്ന് പറയുക. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ താൻ കണ്ടോണം, എന്തായാലും നയനയ്ക്ക് ജാമ്യം കിട്ടും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നവ്യയാണെങ്കിൽ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. നവ്യയോട് ഈ വിവരങ്ങളൊക്കെ മറ്റാരുമല്ല കേട്ടോ, നമ്മുടെ മുത്തച്ഛൻ തന്നെ നേരത്തെ പറഞ്ഞിരിക്കുക. ആ സമയത്ത് ആരുമില്ലായിരുന്നപ്പോൾ നവ്യ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് മുത്തശ്ശൻ നവ്യയുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും കാണിക്കുന്നുണ്ട്. അബി തന്നെയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം മുത്തശ്ശൻ പറഞ്ഞിരിക്കുകയാണ്. ആദ്യമേയൊക്കെ നവ്യ അത് അംഗീകരിക്കാൻ തടസ്സം കാണിച്ചപ്പോൾ മുത്തശ്ശൻ ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊണ്ട് നവ്യയെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, നവ്യേ നീ കണ്ടോ, ഇത് ആദർശിൻ്റെയും നയനയുടെയും കയ്യിലുണ്ടായിരുന്നതാണ്. നിന്റെ കുടുംബജീവിതം തകരരുത് എന്ന് വിചാരിച്ചിട്ട് അവരത് മാറ്റിവെച്ചതാണ്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ മറ്റാരും പറയുന്നതൊന്നും സത്യമല്ല. ഇത് തന്നെയാണ് സത്യം. അതുപോലെ തന്നെ നിന്റെ അമ്മ വന്ന് നിന്നോട് പറഞ്ഞതും സത്യമാണ്. എല്ലാം കണ്ടും കേട്ടും നിന്റെ അഹങ്കാരം കണ്ടും സഹിക്കാൻ പറ്റാതെയാണ് കനക വന്നിത് പറഞ്ഞത്. നിന്റെ ഭർത്താവ് അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന്. അല്ലാതെ ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കനക ചെയ്ത ഒരു പണിയൊന്നും അല്ലത്. പക്ഷെ നീ നിന്റെ അമ്മയെ പോലും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. നീ അപ്പോഴും മനസ്സിൽ അബിയെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. അവൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് നിനക്ക് മനസ്സിലായി. പിന്നെ നീ ഒരു കാര്യം കൂടി നവ്യെ മനസ്സിലാക്കിക്കൂ. നിനക്ക് എങ്ങനെ മനസ്സിലായി അബിയുടെ കുഞ്ഞല്ല ചന്തുമോളെന്നുള്ള കാര്യം എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാൻ AM ജ്വല്ലറിയിലെ ഡേവിഡ് സാറിന് DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് സാമ്പിളുകൾ കൊണ്ട് എത്തിച്ചായിരുന്നു. അപ്പോൾ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടായിട്ട് ഡേവിഡ് സാർ എന്നോട് പറഞ്ഞിരുന്നു അബിയല്ല ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം. അത് സത്യമല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഡേവിഡ് അങ്ങനെ നിന്നോട് പറഞ്ഞോ? അതെ, ഡേവിഡ് സാറ് എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നു. അത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്നുള്ള കാര്യം? ഡേവിഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസൾട്ട് നിന്നെ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല, സാറത് വാക്കുകൊണ്ട് പറഞ്ഞപ്പം ഞാനത് വിശ്വസിച്ചു. കാരണം എന്നോടതിൻ്റെ അക്കാര്യത്തിൽ കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. അബിയെ രക്ഷിക്കേണ്ട കാര്യം AM ജ്വല്ലറിക്കാർക്കില്ലല്ലോ. നമ്മുടെ ശത്രുക്കളാണ് അവരെങ്കിൽ അബിയെ ശിക്ഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അബിയും മൂർത്തീസ് ജ്വല്ലറിയുടെ ഭാഗമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അബി മൂർത്തീസ് ജ്വല്ലറിയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ മൂർത്തീസ് ജ്വല്ലറിയുടെ ശത്രുവാണ്. അതവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ശത്രുക്കളുടെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ അബിയെയും അതുപോലെ നിന്നെയൊക്കെ കൂടെ നിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. നിന്നെ അവിടുത്തെ മോഡലായിട്ട് അവർ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോ? അത് നമ്മുടെ ജ്വല്ലറിക്ക് ഒരു മോശമാകുകയും അവർക്കതൊരു വിലയാകുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം ശമ്പളം തന്നെ നിന്നെ അവർ കൂടെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ അബിയെയും ഇവിടുത്തെ കൊച്ചുമോനായ അബിയെ AM ജ്വല്ലറിയുടെ മാനേജറാക്കി വയ്ക്കുന്നതിലൂടെ അവർക്ക് കിട്ടാൻ പോകുന്ന ലാഭം എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ AM ജ്വല്ലറിയാണോ നമ്മുടെ ശത്രുക്കൾ? അതെ, AM ജ്വല്ലറിക്കാരാണ് നമ്മുടെ ശത്രുക്കൾ. പക്ഷേ നവ്യെ, നീ ഇപ്പം ഈ അറിഞ്ഞ സത്യങ്ങളൊന്നും തുറന്നു പറയരുതെന്ന് പറയാം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, മുത്തച്ഛ ശരിക്കും ചന്തുമോൾ അബിയുടെ കുഞ്ഞ് തന്നെ ആയിരിക്കുമോ? ആണോ എന്ന് ചോദിക്കും. മുത്തച്ഛൻ പറയാം, ഇനിയും ഞാൻ പറഞ്ഞതിൽ നിനക്ക് വിശ്വാസക്കുറവുണ്ടല്ലേ? അതുമാത്രമല്ല നിൻ്റെ അമ്മ കനക, എന്തായാലും സ്വന്തം മോളോട് കനക നുണ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിനക്ക് സ്വന്തം അമ്മയെക്കാളും വിശ്വാസം അബിയെ തന്നെയാണല്ലേ? ഇത്രയധികം ദ്രോഹങ്ങൾ നിന്നോട് അവൻ ചെയ്തിട്ടും നീ അവനെ വിശ്വസിക്കുന്നുണ്ടല്ലോ മോളെ എന്ന് പറയാണ്. അപ്പം നവ്യ പറയാ, അബി എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ? അവൻ എൻ്റെ മോനുണ്ടായതിനു ശേഷം എന്നോടൊരു ചതിയും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനു മുമ്പ് അവൻ പല കള്ളത്തരങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. പക്ഷേ കുഞ്ഞുണ്ടായതിനു ശേഷം അവൻ കുഞ്ഞിനോടും നന്നായിട്ട് സ്നേഹം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല നീ വിശ്വസിച്ചോ? നീ എന്തുകൊണ്ടാണ് കുഞ്ഞുണ്ടായതിനു ശേഷം നിന്നോട് അവൻ സ്നേഹം കാണിക്കുന്നതെന്നും സ്നേഹം അഭിനയിക്കുന്നതെന്നും നീ മനസ്സിലാക്കിയോ? ആ സമയത്താണ് അനഘയുടെ വരവും അതുപോലെ
ചന്തുമോളുടെ വരും അനഘ അവശതയായി കിടക്കുകയും ഈ വീട്ടിലുള്ളവർ സത്യങ്ങളെല്ലാം അറിയുകയൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ നിന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെക്കണമെങ്കിൽ അവന് നിന്നെ കൂടെ നിർത്തിയേ മതിയാവുള്ളൂ. അവന് മാത്രമല്ല ജലജയ്ക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാം. മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവളും ഇവിടെ അടിമപ്പണി ചെയ്യുന്നത്. ദേവയാനി പറയുന്ന ഓരോ വാക്കുകളും അഭിയും ജലജയും അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഈ സത്യം തന്നെയാണ്. നവ്യെ, ഇനിയെങ്കിലും നീ ഇത് മനസ്സിലാക്ക്. നീ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ വിവേകത്തോടു കൂടി പെരുമാറണം. ശരിക്കും അഭിയുടെ കുഞ്ഞാണ് ചന്തുമോളെങ്കിലും നീ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പോകരുത്. അങ്ങനെ ഒരു പേടിയായിരുന്നു ഈ വീട്ടിലുള്ളവർക്ക്. പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള സത്യം നമുക്കറിയണം. എന്തുകൊണ്ടാണ് എ ജ്വല്ലറിക്കാർ അഭിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും എ ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമ ആരാണെന്നുള്ള വിവരവും നമുക്കറിയണം. ആദർശം അങ്ങനെ ഒരു യാത്രയിൽ തന്നെയാണ്. അല്ലാതെ ആദർശിനെയും നിന്റെ അനുജത്തി നയനെയും ഒക്കെ നീ സംശയിക്കേണ്ട കാര്യമില്ല. ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ ത്യാഗം ചെയ്ത് സ്വന്തം ഭർത്താവിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കണ്ട് കേട്ട് നിന്നവളാണ് നയന. അതുകൊണ്ട് നയനെ നീ ഒരിക്കലും വെറുക്കരുത്. നയന മോളാണ് ഈ കുടുംബത്തിൻ്റെ വിളക്ക് എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് നവ്യയോട്. അപ്പോൾ നവ്യയ്ക്ക് ഈ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളും കൂടിയാവുമ്പോൾ സത്യങ്ങളെല്ലാം ബോധ്യപ്പെടുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി നീ ഒരു അഭിനയത്തിലൂടെ കടന്നു പോകണം. എല്ലാ സത്യങ്ങളും പുറത്തു വരുന്നവരെ അതിനുള്ള മനഃശക്തി നിനക്കുണ്ടെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണ്. അങ്ങനെ നവ്യ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് AM ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു തിരിമറി നടത്തി AM ജ്വല്ലറിക്കാർ നയനെ അകത്താക്കിയിരിക്കുകയാണെന്നുള്ള വിവരം നവ്യ അറിയുന്നുണ്ട്. അപ്പോൾ നവ്യയ്ക്ക് നല്ല വിഷമാവാണ്. നയന അവളെ ആരോ ചതിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ AM ജ്വല്ലറിക്കാർ തന്നെ ആയിരിക്കും ചതിച്ചത്. എന്തായാലും അവളെ പുറത്തിറക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ നവീനോടത് പറയാമായിരുന്നു എന്ന് നവ്യ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ AM ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന നവ്യയുടെ മറ്റൊരു ഫ്രണ്ട് നവ്യയെ വിളിക്കുകയാണ്. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, നവ്യ എനിക്ക് നിന്നെ ഒന്ന് കാണണം, സംസാരിക്കണം എന്ന് പറയുക. അങ്ങനെ നവ്യ ചെല്ലുകയാണ് കേട്ടോ ആ ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ ആ പെൺകുട്ടി നവ്യയോട് പറയാണ്, നവ്യെ, നിൻ്റെ അനുജത്തി നയനെയാണിപ്പോൾ ജയിലിൽ കിടക്കുന്നത്. നയന തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല ജയിലിൽ കിടക്കുന്നത്. നയനയെ മനഃപൂർവ്വം ഡേവിഡ് സാറും കൂട്ടരും കുടുക്കിയതാണ് എന്ന് പറയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? അതെ, AM ജ്വല്ലറിക്കാർ മൂർത്തീസ് ജ്വല്ലറിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ആദർശിനെയും നയനെയും കൂടി കുരുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ നയനെ മാത്രം കുരുക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. നയനെ എങ്ങനെയെങ്കിലും അവിടെ റിമാൻഡ് ചെയ്ത് ഒരാഴ്ചക്കാലമെങ്കിലും ജയിലിൽ കടത്തണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുവഴി കുടുംബത്തിൻ്റെ സമാധാനം കെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടി ആ CIയെ കൂടി അവർ കയ്യിലെടുത്തിരിക്കുകയാണ്. അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇതൊക്കെ മനസ്സിലാക്കണം നവ്യെ. എങ്ങനെയും നിൻ്റെ അനുജത്തെ രക്ഷിക്കാൻ വേണ്ടി നീ ശ്രമിക്കണം എന്ന് പറയുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? അവരങ്ങനെ ചെയ്തതിന് എൻ്റെ കയ്യിൽ ഒരു തെളിവില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ അവരെ രക്ഷിക്കുക എന്ന് പറയുമ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട്, തെളിവുകളൊക്കെ ഞാൻ തരാം. അത് ഒരു വീഡിയോയാണ്. അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെയും ചർച്ച ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിനക്ക് തരാം. നീ അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യണം. പ്രസൻറ്റ് ചെയ്ത് നയനയ്ക്ക് അടുത്ത ദിവസം തന്നെ ജാമ്യം എടുക്കണം എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ശരി, അത് നീ എനിക്കിതാ, എത്രയും പെട്ടെന്ന് നവീൻ വക്കീലിൻ്റെ കയ്യിൽ അത് കൊടുത്തതിന് ശേഷം നയനയ്ക്ക് ജാമ്യം എടുക്കണം എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു ഫ്രണ്ട് ആ ഡീറ്റെയിൽസ് മുഴുവൻ നവ്യയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നവീനെ വിളിക്കുന്നുണ്ട്. നവീനെ വിളിച്ച് നവീനോട് കാര്യങ്ങളൊക്കെ പറയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നവീനെ എന്ന് പറയുമ്പോൾ തന്നെ നവീന് ദേഷ്യം വരികയാണ്. നവ്യാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നയനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ വ്യക്തമായ ചില തെളിവുകൾ നവീന് തരാം. നവീൻ അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്ത് ജാമ്യം എടുക്കണം എന്ന് പറയാണ്. അങ്ങനെ ആ വീഡിയോസ് എല്ലാം നവ്യ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ നവീൻ വക്കീലിന്. അങ്ങനെ ആ വീഡിയോസ് എല്ലാം കിട്ടിക്കഴിയുമ്പോഴേക്കും നവീൻ പിന്നെ കോടതിയിൽ വാദിച്ച് ജാമ്യം എടുക്കാൻ വളരെ എളുപ്പമാവുകയാണല്ലോ. അതേസമയം ഡേവിഡും നാഗേന്ദ്രയും കൂടി ആ CIയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് CIയോട് ഫോണിൽ പറയാണ്, അല്ല, ഇന്നല്ലേ അവളെ കോടതിയിൽ ഹാജരാക്കുന്നത്, അവൾക്ക് ജാമ്യം കിട്ടാൻ ഇടയാവരുത് എന്ന് പറയാണ്. അവളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവളെ റിമാൻഡ് ചെയ്യണം കോടതി, അല്ലാതെ ജാമ്യം കിട്ടാനായിട്ട് ഇടയാവരുത്. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ അനന്തപുരിയിലുള്ളവരുടെ എല്ലാം മനസ്സ് വിഷമിക്കുള്ളൂ എന്ന് പറയുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ജാമ്യം കിട്ടാത്ത വകുപ്പുകളൊക്കെയാണ് എഴുതി ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉടനെയൊന്നും നയനയ്ക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല, നമുക്ക് ഉറപ്പിക്കാമെന്ന് പറയാണ്. അങ്ങനെ അവരെല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ.
അതേസമയം നയനയെ രാവിലെ കോടതിയിൽ ഹാജരാക്കുകയാണ് പോലീസ്. അപ്പോൾ ആദർശം ഒപ്പം വന്നിട്ടുണ്ട്. ആദർശും നയനയും നന്ദുവും എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടെ കോടതിയിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ കോടതിയിൽ നയനയെ കയറ്റി നിർത്തി വിസ്തരിക്കുകയാണ്. അപ്പോൾ നവീൻ ഈ സകല തെളിവുകളോടും കൂടി വന്ന് അവിടെ വാദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാദിക്കുന്നതിനൊപ്പം തന്നെ ഈ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കുകയാണ്. വ്യക്തമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടായിരുന്നെന്നുള്ള കാര്യം അവിടെ വ്യക്തമാക്കുകയാണ് നവീൻ. അങ്ങനെ കോടതിക്ക് സത്യങ്ങളെല്ലാം ബോധ്യമാകുകയാണ്. ഇതിൻ്റെ പിറകിൽ എൻ ജ്വല്ലറിക്കാരാണെന്നും അവർ മൂർത്തീസ് ജ്വല്ലറിയുടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് നയനയെ കൊടുക്കാൻ വണ്ടിയിൽ സ്വർണം കൊണ്ടുവച്ചതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്നും ഒക്കെ തെളിയുകയാണ്. അങ്ങനെ കോടതി നയനയ്ക്ക് ജാമ്യം കൊടുത്ത് വിടുകയാണ് കേട്ടോ, റിമാൻഡ് ചെയ്യാതെ. അങ്ങനെ നയനയ്ക്കും ആദർശിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. നവീനാണെങ്കിൽ എന്നാൽ ഈ രഹസ്യം നവ്യാണ് പറഞ്ഞതെന്ന് പറയരുതെന്ന് നവീനോട് നവ്യ പറയുന്നുണ്ട്. അങ്ങനെ നവ്യാണ് ഈ രഹസ്യം പറഞ്ഞതെന്നുള്ള വിവരം നവീൻ പറയാതിരിക്കുകയാണ്. അതേ സമയത്ത് നയന ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ നവ്യ അവിടെ ഓടി എത്തുന്നുണ്ട് കോടതിയിൽ കേട്ടോ. അങ്ങനെ എത്തുന്ന നവ്യയുടെ മുഖത്ത് നയനയോട് ഭയങ്കര സ്നേഹവും അനുകമ്പയും ഒക്കെയാണ് കിടക്കുന്നത്. സത്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ നവ്യ അറിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നവ്യ അവിടെ നന്നായിട്ട് അങ്ങ് അഭിനയിച്ച് കള്ളത്തരങ്ങളെല്ലാം പുറത്തെടുക്കുകയാണ്. ആദർശ് എൻ ജ്വല്ലറിക്കിലെ ഉടമസ്ഥനെ കണ്ടെത്താൻ പോകുന്നത് പോലെ തന്നെ നയന കൂടി അതിന് ശ്രമിക്കുകയും അവരുടെ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.